കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മോര് കറിയുടെ റെസിപ്പിയുമായാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 3 ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ചേർത്ത് അതിനകത്തേക്ക് ഒരു നുള്ളു ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം പിന്നീട് അതിനകത്തേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് പോലെ ചൂടാവുന്ന സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായി തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വറ്റൽമുളക് 2 പീസാക്കി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മോരിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന മോര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻസായി താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.